ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബും RCBയുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ RCB തോറ്റിരിക്കുകയാണ്. പഞ്ചാബ് ഇപ്പോൾ കളി ജയിച്ചു. പഞ്ചാബ് ജയിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. രാജസ്ഥാന് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ IPLലെ എല്ലാ ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മഴ കാരണം ഇന്ന് 14 ഓവറാക്കിയിട്ടാണ് കളി തുടങ്ങിയത്. RCB 95 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് പഞ്ചാബ് സെക്കൻഡ് ബാറ്റിംഗിൽ 6 റൺസ് മറികടന്നു. ഇന്ന് കളി പഞ്ചാബ് ജയിച്ചപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഡൽഹിയാണ്. അവർക്ക് 10 പോയിന്റ് ഉണ്ട്. ഒരു കളി മാത്രമേ ഡൽഹി ഇതുവരെ തോറ്റിട്ടുള്ളൂ. അവരിപ്പോൾ 95% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഒരു ടീമിനെ പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ 16 പോയിന്റ് ആവശ്യമാണ്. രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ പഞ്ചാബാണുള്ളത്. അവർക്ക് 10 പോയിന്റ് ഉണ്ട്. പഞ്ചാബ് ഇതുവരെ 7 കളി മാത്രമേ കളിച്ചിട്ടുള്ളൂ. പഞ്ചാബും 90% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. RCB ഇന്ന് തോറ്റതുകൊണ്ട് അവർക്ക് ചെറിയൊരു ക്ഷീണം ഏറ്റിരിക്കുകയാണ്. RCBക്ക് ഇപ്പോൾ 8 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇതുവരെ 7 മാച്ച് കളിച്ചിട്ടുണ്ട്. നിലവിൽ 5ാം സ്ഥാനത്തുള്ളത് ലക്നൗ ആണ്. അവർക്ക് 8 പോയിന്റ് ആണുള്ളത്. ലക്നൗ ഇതുവരെ 7 മാച്ച് കളിച്ചിട്ടുണ്ട്. 3 എണ്ണത്തിൽ ജയിച്ചിരിക്കുകയാണ്. ഇതേ സമയം കൊൽക്കത്തയാകട്ടെ 6ാം സ്ഥാനത്താണ്. കൊൽക്കത്തയ്ക്ക് 6 പോയിന്റ് ഉണ്ട്. മുംബൈ ഇന്ത്യൻസിന് 6 പോയിന്റ് മാത്രമേ ഉള്ളൂ. മുംബൈ ഇതുവരെ 7 മാച്ച് കളിച്ചിട്ടുണ്ട്. 4 എണ്ണത്തിൽ തോറ്റിരിക്കുകയാണ്. മുംബൈ ഇപ്പോൾ 7ാം സ്ഥാനത്താണ്. 8ാം സ്ഥാനത്തുള്ളത് രാജസ്ഥാനാണ്. രാജസ്ഥാന് 4 പോയിന്റ് മാത്രമേ ഉള്ളൂ. അതേസമയം 9ാം സ്ഥാനത്ത് ഹൈദരാബാദ് ഉണ്ട്. അവർക്ക് 4 പോയിന്റ് ആണ്. CSK ടീമിന് 4 പോയിന്റ് ഉണ്ട്. CSK ആണ് പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്ത്. രാജസ്ഥാന് ഇനിയും കയറി വരാൻ സാധിക്കും. ഇനിയുള്ള ഓരോ മാച്ചും രാജസ്ഥാൻ ജയിച്ചാൽ രാജസ്ഥാന് ഈസി ആയിട്ട് പ്ലേ ഓഫിലെത്താം. ഇതുവരെ രാജസ്ഥാൻ 7 മാച്ചാണ് കളിച്ചിരിക്കുന്നത്. 5 എണ്ണത്തിലും തോറ്റിരിക്കുകയാണ്. 2 എണ്ണത്തിൽ മാത്രമേ രാജസ്ഥാൻ ജയിച്ചിട്ടുള്ളൂ. CSK, മുംബൈ, രാജസ്ഥാൻ ഈ ടീമുകൾക്ക് ഇനിയും പ്ലേ ഓഫിലെത്താം. ഇനിയുള്ള മാച്ചുകൾ ജയിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.